എന്തിനാണ് മുഖ്യമന്ത്രി ഈ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി ഈ പോർട്ട് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇതൊക്കെ അഴിമതി നടത്താനല്ലേ എന്നുള്ള ചോദ്യത്തിന് സതീശൻ പറഞ്ഞു, അതെ, അത് നിങ്ങൾ പഴയ സർക്കാരിനോട് ചോദിച്ചാൽ മതി. അതായത് ഈ വകുപ്പുകളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് അഴിമതി നടത്താൻ വേണ്ടിയിട്ടല്ല, നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്റെ വിഷയം എന്ന് പറയുന്നത് തുറമുഖങ്ങളിലൂടെ, സമുദ്രങ്ങളിലൂടെ, തീരപ്രദേശങ്ങളിലൂടെ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എനിക്ക് അതിൻ്റെതായ ഒരു വിഷയമുണ്ട്. അത് നടപ്പാക്കണമെങ്കിൽ തുറമുഖം എന്റെ കയ്യിൽ വേണം. കാരണം ഇത് വെച്ചിട്ടാണ് എനിക്ക് ഈ നാടിനെ വികസന പാത വെട്ടി തുറക്കാനുള്ളത്. ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുറമുഖ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ധനകാര്യ വകുപ്പ് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ മന്ത്രിമാരും ധനകാര്യ വകുപ്പ് ഞാൻ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു. അത്രയേ ഉള്ളൂ. പിണറായി വിജയൻ 29 വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നല്ലോ എന്ന് സതീശൻ തിരിച്ച് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. സതീശൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. അതായത് പിണറായി വിജയൻ 29 വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല ഈ പിണറായി വിജയൻ IT വകുപ്പ്, നേരത്തെ അത് വ്യവസായ വകുപ്പിന്റെ കീഴിലായിരുന്നു. വ്യവസായ വകുപ്പിന്റെ കീഴിലായിരുന്നു IT വകുപ്പ്. ഇപ്പോഴും വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് IT വകുപ്പ്. പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ IT വകുപ്പ് പിണറായി വിജയൻ ഏറ്റെടുത്തു. എന്തിനായിരുന്നു? എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് VD സതീശൻ ചോദിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാലേ, ഇന്നത്തെ ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഈ മാധ്യമങ്ങളുമായുള്ള ഈ ഒരു സംഭാഷണം കഴിഞ്ഞതോടെ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ഈ കുത്തിത്തിരിപ്പുകാരായ മാധ്യമപ്രവർത്തകരൊക്കെ ബോധം കെട്ടു വീണു. അവസാനം എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു എന്നാണ് കേട്ടത്. എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞു കേട്ടോ. ജൂൺ 5 ദേശാഭിമാനി, ആ ജൂൺ 5 ദേശാഭിമാനിയിൽ എന്ന് പറഞ്ഞാൽ സതീശൻ പറയുന്നത് MSC കമ്പനിയും തമ്മിലുള്ള ഇടപാട് ആദ്യമായിട്ട് അറിഞ്ഞത് ആരാണ്? കഴിഞ്ഞ സർക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയൊക്കെ തുടങ്ങിയത് അതായത് MSC കമ്പനി അദാനിയുടെ ഓഹരി വാങ്ങാനുള്ള ഈ ചർച്ചകളൊക്കെ തുടങ്ങിയത് പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്ന കാലത്താണ്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകര്, പിന്നെ CPM-കാർ പിന്നെ സ്വാഭാവികമായിട്ട് ചെയ്യല്ലോ, ഇത് മുഴുവൻ സതീശനാണ്. സതീശൻ ഇങ്ങോട്ട് വന്നോടുമ്പോ അല്ലെ, സതീശൻ മെയ് 18 സതീശൻ ഇവിടെ അധികാരമേറ്റ ഉടനെ MSC കമ്പനി അങ്ങോട്ട് പറന്നു വരികയാണ്. അപ്പോഴാണ് അതാണ് ഏറ്റവും വലിയ രസം. ദേശാഭിമാനി പത്രം തന്നെയാണ് കൊടുത്തത്. ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. എപ്പോഴാണ്? ജൂൺ 5 ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അത്ര എന്ന് പറയാൻ ചർച്ച നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ MSC കമ്പനി അദാനിയിൽ നിന്ന് ഓഹരി വാങ്ങാനുള്ള ചർച്ച തുടങ്ങിയെന്ന് ദേശാഭിമാനി തന്നെ പറയുന്നു. ഇതിൽപ്പൊരു നാണക്കേട്. എന്റെ അന്തം കമ്മികളെ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന പോലെ, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം പത്രത്തിൽ, പാർട്ടി പത്രത്തില്, ജൂൺ 5 പാർട്ടി പത്രത്തിൽ സതീശൻ അധികാരമേറ്റിട്ട് മൂന്നാഴ്ച കഴിയുന്നതിന് മുമ്പ് അല്ലെ, 3 ആഴ്ച ആവുമ്പോഴത്തേക്ക് നിങ്ങളുടെ പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് MSC കമ്പനി ചർച്ച വേഗതയിലാക്കി എന്ന് പറഞ്ഞാൽ ചർച്ച നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഏത് കാലത്ത്? നിങ്ങളുടെ കാരണഭൂതം ഭരിക്കുന്ന കാലത്തോടോ. എന്നിട്ട് പറയുന്നു സതീശൻ വന്നപ്പോ സതീശനും മറ്റേ അദാനിയും തമ്മിൽ ഡിങ്കോൾഫി. എന്നിട്ട് ആ സതീശനെ മംഗളൂരിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് സതീശനോട്, ഇതൊക്കെ ഞാൻ പല തവണ പറഞ്ഞതാണ്, ഇനി ആവർത്തിക്കുന്നില്ല. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ വാർത്തയിൽ. ജൂൺ 5 വാർത്ത ഇങ്ങനെയാണ്: വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. തിരുവനന്തപുരത്ത് നിന്ന് ബൈലൈൻ സ്റ്റോറിയാണ്. സുനീഷ് ജോ എഴുതിയ സ്റ്റോറിയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി MSCയുടെ ടെർമിനൽ വരാൻ സാധ്യതയേറി. എങ്ങനെയുണ്ട്? ഇതിന്റെ ഭാഗമായി ഓഹരികൾ വാങ്ങും. ഇത് സംബന്ധിച്ച് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡും MSC പ്രതിനിധികളുമായി ചർച്ച പുരോഗമിക്കുകയാണ്. മനസ്സിലായില്ലേ? ജൂൺ 5 പത്രത്തിൽ ദേശാഭിമാനിയുടെ ലേഖകനായ സുരേഷ് ജോ എഴുതുന്നു, MSC കമ്പനിയും അദാനിയും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. മനസ്സിലായില്ലേ?
49% വരെ ഓഹരിയാണ് MSc ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇതൊക്കെ ഇവരുടെ കാലത്ത് തുടങ്ങിക്കഴിഞ്ഞതാണ്. ഇവരുടെ കാലത്ത് തുടങ്ങിക്കഴിഞ്ഞ കാര്യം ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാന ഭാഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? LDF സർക്കാർ സംഘടിപ്പിച്ച, കേൾക്കണേ അന്തംഗമ്മികളൊക്കെ കേൾക്കണം, നിങ്ങളുടെ പത്രത്തിൽ നിങ്ങളെ പത്രം വായിക്കില്ലല്ലോ. അന്തംഗമ്മികൾ തന്നെ ദേശാഭിമാനി കൈകൊണ്ട് തൊട്ട് നോക്കല്ല എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. പല ആൾക്കാരും ദേശാഭിമാനി കൈകൊണ്ട് തൊടാറില്ലവര്, പിന്നെ അപ്പി കോരാനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കും. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടോയ്ലറ്റ് പേപ്പർ എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ട് നിങ്ങൾ കേട്ടോ. ഇതിൽ പറയുന്നു, അവസാനത്തെ നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ, എന്താണ്? LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSc കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. എങ്ങനെയുണ്ട്? MSc കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തു. ഏത് കോൺക്ലേവില്? LDF സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ. അപ്പൊ ഈ MSc കമ്പനി എന്ന് പറയുന്നത്, MScയും അദാനിയും തമ്മിലുള്ള ഈ പങ്ക് കച്ചവടം എന്ന് പറയുന്നത് സതീശനായിട്ട് കൊണ്ടുവന്നല്ല കേട്ടോ. സതീശൻ തന്നെ ഇവരുടെ ആരോപണങ്ങളൊക്കെ ചവിട്ടിക്കൂട്ടിയിട്ട് ഇവരുടെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കാണ്. കൊണ്ടുപോയി പുഴുങ്ങി തിന്നടോ. ഇമ്മാതിരി ആരോപണം കൊണ്ടിട്ട് വരാൻ മിണ്ടുന്നില്ല. മാപ്രകൾ മുഴുവനും കൈരളി ടിവിയിലെയും ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയിലെയും ദേശാഭിമാനിയിലെയും മാപ്രകൾ മുഴുവനും ബോധം കിട്ടുപോയിന്നേ. ഇങ്ങനെ ഒരു അല്ലേ, ഇങ്ങനത്തെ തോൽവികള് നിങ്ങൾ കാണണം ലൈവായിട്ട് എല്ലാ ചാനലുകളിലും ഏതാണ്ട് 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള VD സതീശന്റെ ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ പറയുന്നതും, അത് കഴിഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് മാധ്യമപ്രവർത്തകരുടെ ഓരോരോ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി സതീശൻ കൊടുക്കുകയാണ്. അപ്പോഴും സതീശന്റെ ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞില്ല. ഈ സർക്കാർ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റ് ചെയ്തില്ലാന്നേ. ഇത് വളരെ നിയമാനുസൃതമായി വീണ്ടും പിന്നെ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട് കുറെ ആൾക്കാർ. ഈ കരാറ് വീണ്ടും സതീശൻ പറയാണ്, കരാർ ഒപ്പുവെച്ചില്ല. MSc കമ്പനിയും അദാനിയും തമ്മിലുള്ള കരാർ ഒപ്പുവെച്ചില്ല. ആ ഒപ്പുവെക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാർ അനുവാദം കൊടുത്തു കഴിഞ്ഞാലും ഒപ്പുവെക്കാൻ പറ്റില്ല. കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പിന്റെയും ഒക്കെ അനുമതി വേണം. ഈ അനുമതി ഒക്കെ കിട്ടിക്കഴിഞ്ഞാലേ ഈ ഓഹരി കൈമാറ്റം പ്രാബല്യത്തിൽ വരികയുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ ഒരു താല്പര്യങ്ങളും ബലികഴിക്കില്ല. കാരണം സംസ്ഥാനമാണ് ഇതിന്റെ ഉടമ. വിഴിഞ്ഞം പോർട്ടിന്റെ ഉടമ എന്ന് പറയുന്നത് സംസ്ഥാനമാണ്, കേരള സംസ്ഥാനമാണ്. അപ്പോഴാണ് ആരോ ചോദിച്ചത് ഇതിന്റെ കുത്തക MSc കമ്പനി വരുമ്പോഴത്തേക്ക് MScയുടെ കുത്തകയായി, അതാണല്ലോ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുത്തകവൽക്കരണം, ബഹുരാഷ്ട്ര കമ്പനിയുടെ കുത്തകവൽക്കരണം. എന്തൊക്കെ പറഞ്ഞത് അല്ലേ? ആകെ വിഴിഞ്ഞത്തെ വിൽക്കുകയാണ്. വിഴിഞ്ഞത്തെ വിൽക്കാനുള്ള ശ്രമത്തിനെതിരെ അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ വിറ്റതിനെതിരെ ഇവിടെ പ്രതിഷേധ സംഗമൊക്കെ നടത്തിയ ആൾക്കാരൊക്കെയാണ്. അമ്മാതിരി ബിരുദന്മാരാണ്. അപ്പോഴാണ് ഒരു കുത്തക നമ്മുടെ സതീശൻ പറഞ്ഞു, നിങ്ങൾ ആ കരാർ വായിച്ചു നോക്കണോ, ആ കൺസെഷൻ കരാർ വായിച്ചു നോക്ക്. അതിൽ വളരെ കൃത്യമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, കെ ബാബു തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇതിൽ കരാറിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇതില് ഒരു കമ്പനിയും ഇതിൽ മോണോപ്പൊളി ആവാൻ പറ്റില്ല, ആവരുത് എന്നീ കരാറിൽ കൃത്യമായിട്ടുണ്ടോ. MSc കമ്പനി ഒരിക്കലും ഇതിന്റെ കുത്തകയാവില്ല. പക്ഷേ MSc കമ്പനി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. ചരക്ക് ഗതാഗതം മാത്രമല്ല, അതല്ലാതെ യാത്രാ കപ്പലുകളും ഒരുപാടുണ്ട് ഇവർക്ക്. എന്ന് പറഞ്ഞാൽ ഈ തുറമുഖത്ത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഏതാണ് 933 കപ്പലുകൾ വന്നതിൽ 928 MScയുടേതായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഉള്ളത് MScക്കാണ് എന്ന് വെച്ചിട്ട് മറ്റു കമ്പനികളുടെ കപ്പൽ ഇവിടെ വരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല, ആർക്കും പറയാനും പറ്റില്ല. കരാറുള്ള കാര്യമാണ്. നിങ്ങൾ ആദ്യം കരാർ വായിക്കപ്പാ. അല്ലാതെ ഈ കരാറിനെ പറ്റി ഒരു ബോധവും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ എന്ന് സതീശൻ ചോദിക്കുമ്പോ അക്ഷരാർത്ഥത്തിൽ അല്ലെ ഞെട്ടിത്തെരിച്ച് ഒരു അക്ഷരം പറയാനാവാതെ ഇപ്പറയുന്ന അന്തംഗമ്മി മാപ്രകൾ ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു.
കാണണം, നിങ്ങൾ കാണണം, കണ്ടു നോക്കണം. അപ്പോൾ ഏതായാലും ഇപ്പൊ കാര്യങ്ങള് ഞാൻ ഇതിന് മുമ്പ് 3-4 ഇത്തരത്തിലുള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് നമ്മൾ എത്ര കാര്യങ്ങൾ വസ്തുത പറഞ്ഞാലും ഇവരിപ്പോഴും സ്വാഭാവികമായിട്ടും അതിനുശേഷം പി രാജീവ് അതിനെക്കുറിച്ച് വി ഡി സതീശന്റെ ഈ പ്രഖ്യാപനങ്ങളെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോടുള്ള ഈ അദ്ദേഹത്തിന്റെ ഈ ചോദ്യോത്തരങ്ങൾക്ക് ശേഷം പി രാജീവ് അതിനുശേഷം വന്ന് വീണ്ടും പഴയ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കേരളത്തെ എന്താന്ന് കേരളത്തെ വിൽക്കുന്നു. ഇവന്മാർക്ക് ഇങ്ങനെ എഴുതി തയ്യാറാക്കിയ സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സതീശൻ മറുപടി ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവർക്കും ബോധ്യമായി. അന്തംഗമ്മികൾക്ക് ഒഴികെ ഇവർക്ക് മനസ്സിലാവില്ല. പൊട്ടന്മാര്. ഇങ്ങനെയുണ്ട് ആൾക്കാര്. ഇപ്പോഴും വേണം, ഇപ്പൊ നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾക്ക് കാണാം. എന്താ പറയാ, വിറ്റുതുലച്ചു അല്ലേ, വിഴിഞ്ഞത്തെ വിറ്റുതുലച്ചു, സംസ്ഥാനത്തെ അറിയിക്കുന്നതിന് മുമ്പേ കരാർ ഒപ്പിട്ടു. എന്താ ചെയ്യല്ലേ? മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ സതീശൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് പി എസ് സി ഈ തട്ടിപ്പുണ്ടല്ലോ, PSC തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അത് സംബന്ധിച്ചുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടു. പിന്നെ നമ്മുടെ ഈ വയനാട്ടിലുണ്ടായ ഈ ദുരന്തം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു. അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ സതീശൻ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ സതീശൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അദാനിയുടെ കത്ത് സർക്കാരിന് കിട്ടി. അതായത് ഈ ഓഹരി കൈമാറ്റത്തിന് MSC കമ്പനിക്ക് 49% ഓഹരികൾ കൈമാറാനുള്ള അവരുടെ താല്പര്യത്തിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ചോദിച്ചുകൊണ്ടുള്ള അദാനിയുടെ കത്ത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ മേലെ തീരുമാനമെടുക്കാൻ എംപവർ കമ്മിറ്റിയെ, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ തീരുമാനമെടുക്കും. അത് അദാനി കമ്പനിയെ അറിയിക്കും. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ഒരിക്കലും ബലി കഴിക്കാതെ, എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു നീക്കവും ഈ കരാറുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല. അക്കാര്യം സർക്കാർ ഉറപ്പു നൽകുന്നു. തുടങ്ങിയ കാര്യങ്ങളാണ് ആമുഖമായി സതീശൻ ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത് കേട്ടോ. തുടർന്നാണ് മാധ്യമപ്രവർത്തകർ സതീശന് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അറിയാലോ, ദേശാഭിമാനി, കൈരളി തുടങ്ങിയവരാണ് വളരെ ആവേശപൂർവ്വം ചോദ്യങ്ങളുമായി. സതീശൻ ഇങ്ങനെ പറഞ്ഞു, ചോദ്യങ്ങൾ വരട്ടെ. അപ്പോൾ ഇത് സംബന്ധിച്ച വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരെ ചോദിക്കുകയാണ്. 1, 2, 3 ഒരു 4 ചോദ്യങ്ങൾ ആയപ്പോൾ സതീശൻ പറഞ്ഞു, ഒരൊറ്റ മിനിറ്റ് ഞാൻ ഉത്തരം പറയാം. അതിനു മുമ്പ് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ സർക്കാർ, UDF സർക്കാർ, ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട്, അതായത് അദാനിയുടെ കൈവശമുള്ള ഓഹരിയുടെ 49% MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള ഇപ്പോഴത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതില് UDF സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റാണ് UDF സർക്കാർ ചെയ്തത്? എന്ത് തെറ്റാണ് VD സതീശൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി ചെയ്തത്? നിങ്ങൾ അത് പറ. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. പക്ഷെ നിങ്ങൾ എന്റെ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിശബ്ദത. ഇതാണ് സതീശൻ. ഇതാണ് സതീശന്റെ എന്താ പറയാ, വളരെ ക്ലാരിറ്റി അല്ലെ, പറയുന്ന കാര്യങ്ങൾക്ക്, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തത, കൃത്യത. ഇത്രയും കാര്യം നമുക്കറിയാലോ. കഴിഞ്ഞ ഒരാഴ്ചയായി ദേശാഭിമാനി പത്രം നിങ്ങൾ ദേശാഭിമാനി പത്രം മാത്രമല്ല, മിക്കവാറും എല്ലാ പത്രങ്ങളും, എല്ലാ ചാനലുകളും പറഞ്ഞുകൊണ്ടിരുന്നത് സതീശനും അദാനിയും തമ്മിലുള്ള ഡീൽ, സതീശന്റെ മംഗളൂരു യാത്ര, സതീശനും അദാനിയും തമ്മിലുള്ള ഡീല്, സതീശൻ ഈ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നു, തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, സംസ്ഥാനത്തെ കൊള്ളയടിക്കാൻ അനുവദിക്കുന്നു, സതീശൻ കമ്മീഷൻ വാങ്ങുന്നു, എന്തൊക്കെയായിരുന്നു. എല്ലാ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് സതീശൻ ചോദിക്കുകയാണ്, എന്താണ് ഈ സർക്കാർ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ പറ. ഈ ഒരു ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട്
അപ്പോഴാണ് ദേശാഭിമാനിക്കാരനോ കൈരളിക്കാരനോ നമ്മൾ ആരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ മാധ്യമപ്രവർത്തകരുമായുള്ള അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഉത്തരം പറയുന്ന ആ ദൃശ്യത്തില് TV ദൃശ്യത്തിൽ ഏത് മാധ്യമപ്രവർത്തകനാണ് ചോദിച്ചത് എന്ന് നമ്മൾ ആ മുഖം കണ്ടില്ല എങ്കിലും നമുക്ക് ഊഹിക്കാം അതൊരു പക്ഷേ കൈരളിയുടെയോ ദേശാഭിമാനിയുടെയോ ലേഖകനായിരിക്കാം ചോദിക്കുന്നു. അതല്ല, ഈ ഓഹരിയൊക്കെ വിൽപ്പന നടത്തിയിട്ട് സർക്കാർ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ നേരത്തെ സർക്കാരിനോട് പറയണ്ടേ? ഓഹരി വിൽപ്പന നടത്തുന്നതിന് മുമ്പേ സർക്കാരിനെ അറിയിക്കണ്ടേ? ഭയങ്കര ആവേശ ചോദ്യമാണ്. വി ഡി സതീശൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, എടോ സുഹൃത്തേ ഓഹരി കൈമാറ്റം നടന്നിട്ടില്ലടോ. ഇത് കഴിഞ്ഞ ഒരാഴ്ചയായി ദേശാഭിമാനി പത്രം എല്ലാ ദിവസവും, കൈരളി എല്ലാ ദിവസവും, റിപ്പോർട്ടർ എല്ലാ ദിവസവും, മിക്കവാറും മറ്റു പത്രങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദാനി ഓഹരി കൈമാറ്റം ചെയ്തു. MSC കമ്പനിക്ക് ഓഹരി കൈമാറ്റം ചെയ്തു. സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്.